ഗൈസ് ഖലീഫ മൂവി കാണാൻ വന്നിരിക്കുകയാണ്. സ്റ്റാർ സിനിമാസ്. അങ്ങനെ ഖലീഫ കണ്ടിറങ്ങിയതേ ഉള്ളൂ. പടം കൊള്ളാം. വൈശാഖിൻ്റെ ഡയറക്ഷൻ, ജിനൂബ് ഇബ്രഹാം. കൊള്ളാം. നല്ല ഒരു ആവറേജ് മൂവി. അതായത് ഒരു ഓണത്തിന് ഒരു ഫെസ്റ്റീവ് മൂഡിൽ കണ്ടിരിക്കാൻ പറ്റുന്ന മൂവി ആക്ച്വലി. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് വലിയൊരു, അതായത് ഇൻ്റർവെൽ വരെ അത്ര ഒരു രസമായി തോന്നിയില്ല. ഒരു കുറച്ചൊരു ഒരു ഒരു ബോറിങ് ടൈപ്പ് ഓഫ് ഓൾഡ് ടൈപ്പ് മേക്കിംഗ് പോലെ തോന്നി. ഇൻ്റർവെല്ലിന് ശേഷം കുറച്ചും കൂടെ നന്നായിട്ട് ഒരു ഒരു ഹൈ കിട്ടുന്നുണ്ട് പടത്തിന്. അതുപോലെ ക്ലൈമാക്സും കാര്യങ്ങളും. ഇപ്പം ഇതിലൊരു ക്യാമിയോ ഉണ്ട്. ക്യാമിയോ എല്ലാവർക്കും അറിയുന്ന ക്യാമിയോ ആണ്. അത് ലാലേട്ടനാണ് ക്യാമിയോ. അതെല്ലാവർക്കും അറിയുന്നതാണ്. ഓൾറെഡി അവർ ഇതിൽ പറഞ്ഞതാണ്. അത് കൂടാതെ തന്നെ 2 ക്യാമിയോസ് വേറെ ഉണ്ട്. അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്ത വിധവും ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവിടെ ഒരു പ്രോബ്ലം തോന്നിയത്, നമ്മുടെ ഈ പൃഥ്വിരാജിൻ്റെ ഫ്രണ്ടായിട്ട് വരുന്ന സഞ്ജു റാമോ അങ്ങനെ ഒരു ആക്ടർ കൂടി ഉണ്ട് അതിൽ. പുള്ളി വളരെ എനർജി ലോ ആയിട്ട് തോന്നി. ഒരു പൃഥ്വിയോട് മാച്ചപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരാളായി തോന്നി. കാരണം പുള്ളി നന്നായി ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ ഒന്ന് പൃഥ്വിരാജിൻ്റെ റോൾ ഒന്നും കൂടെ ഒന്ന് ഡോമിനേറ്റ് ആയേനെന്ന് തോന്നി. പക്ഷേ അത് വളരെ ഒരു വീക്കർ പെർഫോമൻസ് ആയിട്ട് തോന്നി പുള്ളിയുടെ. ബാക്കി ഷമ്മി തിലകൻ്റെയൊക്കെ പെർഫോമൻസ് പറഞ്ഞാൽ യൂഷ്വൽ ഒരു പൊളിറ്റീഷ്യൻ, അയാൾ എല്ലാ സിനിമയിലും ചെയ്യുന്ന അതേ പാറ്റേൺ തന്നെയാണ്. പിന്നെ ഒരു ഓൾഡ് സ്റ്റൈൽ മേക്കിംഗ് ആണ്. ഇൻഫാക്ട് ഓൾഡ് സ്റ്റൈൽ മേക്കിംഗ്, ഒരു ഓൾഡ് സ്റ്റൈൽ സ്റ്റോറിയാണ്. നമ്മൾ കണ്ട കുറേ ക്ലീഷേ മുഹൂർത്തങ്ങൾ, ക്ലീഷേ കഥാപാത്രങ്ങൾ, ക്ലീഷേ സിറ്റുവേഷൻസ്, അതൊക്കെ തന്നെയാണ് സിനിമയിലുള്ളത്. പക്ഷേ പൃഥ്വിരാജിൻ്റെ സ്ക്രീൻ പ്രസൻസ് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. സൂപ്പർ സ്ക്രീൻ പ്രസൻസാണ്. നന്നായിട്ടത് പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്. റോളൊക്കെ പൃഥ്വിരാജ് അടിപൊളിയായിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട് പൃഥ്വിരാജിന്. സോ ഓവറോൾ മൂവി ഒരു ആവറേജ് മൂവിയാണ്. എബവ് ആവറേജ് എന്ന് പറയാം. ഓക്കെ, കുറച്ച് ഹൈ പൃഥ്വിയുടെ പെർഫോമൻസും കാര്യങ്ങളും കൊണ്ട് കുറച്ചൊരു ഹൈ അതിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു ക്യാമിയോ സെറ്റപ്പ് അതൊക്കെ കൊണ്ട് കുറച്ചൊന്ന് ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതല്ലാതെ ഒരു ഡയറക്ഷൻ വൈസ് ഒരു ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടില്ല. സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ കണ്ട സാധാ ക്ലീശ നോർമൽ സ്റ്റോറിയാണ്. അപ്പം ഓക്കെയാണ് ഖലീഫ. ഒരു ഓണത്തിനൊക്കെ പോയി ഒരു വൈബായിട്ട് കാണാൻ പറ്റുന്നൊരു പടം.